ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് ഒരു ഊട്ടിക്ക് പോകുന്ന ഒരു വ്ളോഗാണ്. അപ്പോൾ രാവിലെ ഒരു 8 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഊട്ടിക്ക് വേണ്ടിയിട്ടല്ല ഇറങ്ങിയത്, മൂന്നാർക്ക് പോകാനാണ് പ്ലാൻ ഇട്ട് ഇറങ്ങിയത്. അപ്പോൾ ഞങ്ങൾ വൈമലെത്തിയപ്പോൾ ഞങ്ങൾ പ്ലാനൊക്കെ മാറ്റി ഊട്ടിക്കാക്കി കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇപ്പം മൂന്നാറിൽ എന്തൊക്കെയോ പ്രശ്നം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഞങ്ങൾ പ്ലാനൊന്ന് ജസ്റ്റ് മാറ്റി. ഞങ്ങൾ കുറേ ആയിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് മൂന്നാർ പോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയത്. അപ്പം അവിടെ അങ്ങനെ പ്രശ്നം നടക്കുന്നതുകൊണ്ട് ഞങ്ങളൊന്ന് പ്ലാൻ മാറ്റി ഊട്ടിക്ക് തന്നെ ആക്കി. ഞങ്ങൾ ഊട്ടിക്ക് ഒരു മാസമായിട്ടേ ഉള്ളൂ പോയി വന്നിട്ട്. ഞങ്ങൾ ഊട്ടിക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ച്, മൂന്നാറിലേക്ക് പിന്നെ പോകാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് വണ്ടി എടുത്ത് നിലമ്പൂർ റൂട്ടിനായിട്ട് പോണേ. ഓനെ വരുന്ന വഴിക്കൽ കുറേ നെബാട്ടി, ഡയറി മിൽക്ക് അങ്ങനത്തെ കുറേ മിഠായിയൊക്കെ മേടിച്ച് ബാക്കിൽ വെച്ചിന്, കാറിൻ്റെ ബാക്കിൽ വെച്ചിന്. നമ്മൾ പോകുമ്പോൾ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതൊക്കെ മേടിച്ച് ഞങ്ങളിങ്ങനെ കഴിച്ച് കുറേ കഥ പറഞ്ഞിങ്ങനെ പോവാം. വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞില്ല. ഓരോ മൈൻഡിൽ ഞങ്ങൾ മൂന്നാർക്ക് പോവാന്നാണ് ഓരോ മൈൻഡിൽ. ഇനി ഒരു വിളിക്കുമ്പോൾ പറയണം ഞങ്ങൾ പ്ലാൻ മാറ്റി ഊട്ടിക്ക് തന്നെ പോവുകയാണെന്ന് പറയണം. അങ്ങനെ ഞങ്ങളിങ്ങനെ കുറേ കഥ പറഞ്ഞ് ഇങ്ങനെ പോയോണ്ടിരിക്കുക. അതിലുമ്മ എന്താ പറയുക, പോകുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വറുത്തയക്കയും മിച്ചറും അങ്ങനത്തെ കുറേ ഐറ്റംസൊക്കെ തന്നി. പോകുമ്പോൾ കഴിച്ചോളാൻ പറഞ്ഞ് അങ്ങനെ കുറച്ച് ഓനും കൊടുത്ത് കുറച്ച് ഞാനും കഴിച്ച് അങ്ങനെ ഞങ്ങൾ പോയി. ഞങ്ങൾ നിലമ്പൂർ ഫോറസ്റ്റിൻ്റെ അവിടേക്ക് എത്തിയിട്ടു. എനിക്ക് ആ റൂട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ പണ്ടൊക്കെ പോകുമ്പോൾ നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ആ പച്ചപ്പും അതൊന്നും ഇപ്പം ആ റൂട്ടിന് പോകുമ്പോൾ കിട്ടുന്നില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് കുറേ വറുത്തയക്കൊക്കെ കഴിച്ച് ഇങ്ങനെ പോയോണ്ടിരിക്കുക. കാറിലിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിച്ച് ഇങ്ങനെ പോകണം. അങ്ങനെ ഞങ്ങൾ നാടുകാണി എത്തുന്നതിൻ്റെ കുറച്ച് മുന്നായിട്ട് വണ്ടി ഒന്ന് സൈഡാക്കി. അവിടെ ഇങ്ങനെ ഫുട്ബോൾ കളിയൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ ഫ്ലെക്സൊക്കെ അടിക്കുന്നുണ്ട്. അപ്പം കുറച്ച് ചാനലാരൊക്കെ ഉണ്ട് അവിടെ. അതൊക്കെ കണ്ടിങ്ങനെ ഓന് സൈഡാക്കി കാണാൻ വേണ്ടിയിട്ട്. ഇത് എവിടെയാണോ ഉള്ളത് അവിടെയൊക്കെ ഓന് കാറ് സൈഡാക്കിയിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. എനിക്കാണെങ്കിലൊക്കെ പറഞ്ഞു തരുന്നുണ്ട്, അതാണ് എൻ്റേത്, ഇതാണ് എൻ്റേത് എന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്കാണ് അതിനെ പറ്റിയിട്ട് വലിയ ഐഡിയ അല്ല, എന്നാലും എനിക്ക് അറിയുമെന്നുള്ളതിൽ ഞാൻ എന്നൊക്കെ പറയും. അങ്ങനെ ഓനെത്തി നോക്കുന്നുണ്ട്. ഓന് നോക്കിയിട്ടാണ് മതിയാവില്ല. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കണ്ട് അവിടുന്ന് പോന്ന്. ഞങ്ങളിപ്പോൾ നാടുകാണി ചുരം കയറിയോണ്ടിരിക്കുകയാണ്. എനിക്കാണെങ്കിൽ തീരെ ഇഷ്ടമല്ല നാടുകാണി ചുരം. ഈ വയനാട് ചുരം പോലെ വേഗം ചുരം കഴിയൂല. അങ്ങനെ കുറച്ച് അങ്ങോട്ട് എത്തിയപ്പോൾ ഞങ്ങൾ എന്താക്കി, ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് വണ്ടി ഒന്ന് സൈഡാക്കിയിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കാനും ചായ കുടിക്കാനൊക്കെ വേണ്ടിയിട്ട് എനിക്ക് ഡ്രസ്സും മാറണം. ഒന്നാമത് ഞങ്ങളെ കാറിൽ പെട്രോളില്ല. ഞങ്ങൾ വിചാരിച്ച് വണ്ടി ഇപ്പം സ്റ്റോപ്പാവുമെന്നൊക്കെ വിചാരിച്ചിരുന്നു. അവിടെ ഇനി പമ്പില്ല എന്നൊക്കെ വിചാരിച്ചിരുന്നു. അപ്പം ഞങ്ങൾ എന്താക്കി, കുറച്ച് നേരം അതിലിങ്ങനെ റെസ്റ്റ് എടുത്തിട്ട് എന്തെങ്കിലും ചെയ്യാമെന്നുള്ളതിൽ ഇങ്ങനെ നിന്ന്. അങ്ങനെ ഞങ്ങൾ ചായ കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം അതിൽ കിടന്നിട്ട് ഞങ്ങൾ അവിടെ ഇറങ്ങി. അവിടെ ചേട്ടൻ ഉണ്ടായിരുന്നു. ചേട്ടനോട് ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞ് കുറച്ച് അങ്ങോട്ടേക്ക് പോയാൽ പമ്പ് ഉണ്ട് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴാണ് ഞങ്ങൾ സമാധാനമായിട്ടോ. അങ്ങനെ ഞങ്ങൾ എന്താക്കി, ചായ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് 2 ചായയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ചായയൊക്കെ ഇങ്ങനെ കുടിച്ചുകൊണ്ട് കേട്ടോ. ആ കുടിച്ചുകൊണ്ട് നിൽക്കുന്ന ടൈമിൽ അവിടെ ഒരു കുരങ്ങുണ്ടായിരുന്നു. റോട്ടുമ്പോൾ ഇങ്ങനെ എന്തോ മാന്തി ഇങ്ങനെ കഴിക്കുന്നുണ്ട്. അത് കണ്ടിട്ട് ഓന് പാവം തോന്നിയിട്ട് ഓന് എന്താക്കി അറിയോ, ഒരു പഴംപൊരി മേടിച്ചിട്ട് അതിനിട്ട് കൊടുത്ത്. ചിലപ്പോൾ ഒരു പഴംപൊരിയൊക്കെ ഇട്ട് കുറേ എണ്ണം വരും. അങ്ങനെ അതൊക്കെ കൊടുത്ത് ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ട് ഓന് എന്താക്കി, ഡ്രസ്സ് മാറാൻ വേണ്ടിയിട്ട് പോയി. ഓന് കുറച്ച് ബിസ്തയും അതേപോലെ ക്യാഷും ഒക്കെ മേടിച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഞാൻ കയ്യിൽ പിടിച്ച്. അപ്പോൾ ഓന് ഡ്രസ്സൊക്കെ മാറി വന്ന് ഞങ്ങൾ അവിടുന്ന് വണ്ടി എടുത്തിട്ട് അങ്ങനെ പോയോണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഊട്ടിക്ക് വന്നപ്പം ഞങ്ങൾ KSRTCയിലേനു വന്ന്. അപ്പോൾ ഈ റൂട്ടൊന്നും നല്ല മര്യാദയ്ക്ക് കാണാൻ പറ്റിയില്ല. എന്ത് രസമുണ്ട് അറിയോ റൂട്ട്. നല്ല തേയിലത്തോട്ടും നല്ല ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ നല്ല രസമുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട്. KSRTCയിലാകുമ്പോൾ നമുക്ക് ബസ്സിലൊക്കെ വരുമ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ഇങ്ങനെ ഇറങ്ങി കാണാനും ഫോട്ടോ എടുക്കാനും അതൊന്നും കഴിയില്ലല്ലോ. നമ്മൾ സ്വന്തം വണ്ടിയിൽ വരുമ്പോഴാവില്ലല്ലോ. അങ്ങനെ ഞങ്ങളെന്താക്കി, അവിടുന്ന് വണ്ടിയൊക്കെ എടുത്ത് അങ്ങനെ പോന്നു. ഇവിടെ ഒന്നും ഞങ്ങൾ ഇറങ്ങിയില്ല കേട്ടോ. ഞങ്ങൾ തിരിച്ച് വരുമ്പം ഇറങ്ങാന്നുള്ളതിൽ ഞങ്ങൾ അവിടുന്ന് പോന്ന്. കുറച്ച് ഇങ്ങോട്ടേക്ക് എത്തിയപ്പോൾ ഞങ്ങൾ മാഗി എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് വണ്ടി അവിടെ ഒന്ന് സൈഡാക്കി. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഒരു മാഗിയൊക്കെ ഓർഡർ ചെയ്തിട്ടു. എനിക്ക് മാഗി വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് മാഗി മേടിച്ചപ്പം അതിന് ഇത്തിരി എടുത്ത് കഴിച്ചിട്ടോ. ഒരു മസാല മാഗി കേട്ടോ മേടിച്ച്. അതിലൊരു പുതിനൻ്റെ ഒക്കെ ഒരു കുത്തലുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, ഞാൻ കഴിച്ച്. കുഴപ്പമില്ല. ഓന് ഞാൻ കഴിക്കൂല എന്നൊക്കെ പറഞ്ഞിനി. അപ്പം അതൊക്കെ ഒന്ന് കഴിച്ച് ഞങ്ങൾ കുറച്ച് നേരം അവിടെ അങ്ങനെ കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്നിട്ടോ.
ടേസ്റ്റ് ഉണ്ട് എന്നാലും കുഴപ്പമില്ല, നല്ല ഇരുന്ന് കഴിച്ച്. അങ്ങനെ ഞങ്ങൾ അവിടെ ഇങ്ങനെ കഥ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന ടൈമിൽ ഇങ്ങനെ പറഞ്ഞ് എനിക്ക് ഇനി മാഗി വേണോ, വേണമെങ്കിൽ മേടിച്ചോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടെങ്കിൽ മതി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ ഇങ്ങനെ വിചാരിച്ച ടൈമിലുണ്ട് മഴക്കാറ് മൂടി മഴ പെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ എന്താക്കി, അവിടെ നിന്ന് കാറൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പോന്ന്. പോകുന്ന ടൈമിൽ അങ്ങോട്ട് പോകുന്ന ടൈമിൽ ഞങ്ങൾ ഇവിടെ ഇറങ്ങിയിട്ട് മാഗി കഴിക്കാൻ ഇനി വിചാരിച്ച്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ആ സ്റ്റോപ്പ് കഴിഞ്ഞോ എന്ന് വിചാരിച്ചിട്ടാണ് അവിടെ നിന്ന് പോയത്. അവിടെ താഴത്തുനിന്ന് കഴിച്ചു പോകുന്നത്. ഈ റൂട്ടൊക്കെ എന്ത് രസമാണ് കാണാൻ, ഈ കോടൊക്കെ മൂടിയിട്ട് നല്ല രസമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നട്ടപ്പാതിരിക്കായതുകൊണ്ട് ഒന്നും കാണാൻ കഴിഞ്ഞില്ല. ആ ഒരു സങ്കടം മാറി കിട്ടി. അങ്ങനെ ഞങ്ങൾ എന്താക്കി, അപ്പോൾ ഞങ്ങൾ ഒരു ഹോട്ടലും തപ്പി പോയോണ്ടൊക്കെ എന്തെങ്കിലും വിശന്നിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ഒരു ഹോട്ടലില്ല. അപ്പം ഉള്ളിടത്തൊന്നും തീരെ വൃത്തിയില്ല. അപ്പം ഞങ്ങൾ വിചാരിച്ച് ഏതെങ്കിലും കിട്ടിയാൽ മതിയെന്നായി. അപ്പോൾ ഞങ്ങൾ ഒരു ഹോട്ടൽ കണ്ട് അവിടെ നിർത്തിയിട്ടു. അവിടെ വൃത്തിയൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. നല്ല മുരിഞ്ഞ ദോശയും ചായയൊക്കെ കുടിച്ച് അവിടെ നിന്ന് ഇറങ്ങി. ആ വീഡിയോസൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല, ഫോണിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ പോണ വഴിക്ക് ഞങ്ങൾ ആപ്പിളും ക്യാരറ്റൊക്കെ മേടിച്ചിട്ടു. അപ്പോൾ ഞങ്ങൾ പോകുമ്പോൾ തന്നെ ഉണ്ട് ഞങ്ങൾ മുന്നിലൊരു കുതിര. മുന്നിലും സൈഡിലും ബാക്കിലൊക്കെ ഉണ്ട് കുറേ കുതിര. ഒന്നാമത് ഞാൻ കാറിൻ്റെ ഗ്ലാസ് അടിച്ചില്ലേനു. അപ്പോൾ എനിക്ക് പേടിയായി അതിൻ്റെ ഉള്ളിൽ കൂടെ തലയിട്ടാലോ. പിന്നെ ഞങ്ങൾ റൂമൊക്കെ തപ്പി ഇങ്ങനെ പോയോണ്ടിരിക്കാം. അങ്ങനെ റൂം കണ്ട് ഓന് റിസപ്ഷനിൽ പോയി സൈൻ ചെയ്യുന്ന ടൈമിൽ ഞാനിങ്ങനെ പുറത്തിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാം കേട്ടോ. അപ്പം നമുക്ക് റൂം കിട്ടി. ഇതാട്ടോ നമ്മളെ റൂം. നല്ല രസമുണ്ട് കേട്ടോ റൂം കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമുക്ക് ഇതേപോലത്തെ റൂമൊന്നുമല്ല, സാധാ റൂം, നോർമൽ ഒരു റൂം. വൃത്തിയൊക്കെ ഉണ്ടായും, നല്ല പൂക്കളൊക്കെ ഉണ്ടായും കേട്ടോ അവിടെ. പക്ഷെ ഇവിടെ അതൊന്നുമില്ല. ഇതിൻ്റെ ഒരു ഫ്ലാറ്റിൻ്റെ മുകളിലായിട്ടാണ്. നല്ല രസമുണ്ട് കാണാൻ കേട്ടോ റൂമൊക്കെ. സാധാരണ റിസോർട്ടിലൊക്കെ പോയാൽ ഇങ്ങനത്തെ റൂമൊക്കെ കിട്ടുക, അല്ലാതെ റൂമൊന്നും എടുത്ത് അങ്ങനെ കിട്ടൂല. ഊട്ടിയിലൊക്കെ എന്താ പറയുക, ഈ റിസോർട്ടിൽ മാത്രമേ അങ്ങനെ റൂം കിട്ടൂ. സാധാ ഇങ്ങനത്തെ റൂമിലൊന്നും ഇങ്ങനത്തെ നല്ല റൂം, ബെഡും ഇതൊന്നും ഉള്ളത് കിട്ടാനില്ല. അങ്ങനെ എന്തോ ഭാഗ്യത്തിന് ഞങ്ങൾക്ക് ഈ റൂം കിട്ടി. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി ഡ്രസ്സൊക്കെ ഒന്ന് മാറി ഓന് ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ഫുഡ് വരുന്ന ടൈമിൽ ഞങ്ങൾ എന്താക്കി, ആപ്പിളൊക്കെ ഇരുന്ന് കഴിച്ചിട്ട് നല്ല മധുരം ഉണ്ട് ആപ്പിളൊക്കെ. അതൊക്കെ ഇങ്ങനെ ഇരുന്ന് കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഓന് ഓർഡർ ചെയ്ത ഫുഡ് വന്ന് നല്ല പൊറാട്ടയും കറിയൊക്കെ. ഇനി ഓന് ആ ലെയിം കുടിക്കുന്ന കോലാട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അത്ര എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കറി പാഴ്സൽ കിട്ടുന്ന പാത്രത്തിലാണ് ഒരു ലെയിം ഉണ്ടോയെന്ന്. അങ്ങനെ ഞങ്ങൾ രണ്ടാളും അതൊക്കെ ഇരുന്ന് കഴിച്ച്. ചിക്കൻ കറി എല്ലാം ചിക്കൻ്റെ എന്തോന്ന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ഗ്രേവിയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ എന്തായാലും നല്ല ഇരുന്ന് കഴിച്ചു. നല്ല ടേസ്റ്റ്, നല്ല മുരിഞ്ഞ പൊറാട്ടയും അതേപോലെ തന്നെ കറിയും, നല്ല ഗ്രേവിയുള്ള കറിയൊക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെ കഴിച്ച് ഞങ്ങൾ കിടക്കാമെന്ന് വിചാരിച്ചു. രാത്രി ഞങ്ങൾ പുറത്തേക്കൊന്നും പോയില്ല കേട്ടോ, നല്ല തണുപ്പായതുകൊണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ ടി വിയിൽ പാട്ട് വെക്കാമെന്നൊക്കെ പറഞ്ഞു. ഓനെന്താക്കി ലുഡോയിലുള്ള പാമ്പും കോണിയും എടുത്ത് കളിച്ച്. ഓൻ പറഞ്ഞു നമ്മൾ രണ്ടാൾക്കും ഇരുന്ന് കഴിക്കാൻ. ഞാൻ പറഞ്ഞു ഞാൻ അല്ലാന്ന് പറഞ്ഞു, ഞാൻ കിടന്നുറങ്ങിട്ടോ. അങ്ങനെ രാവിലെ ആയപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചു ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ എണീച്ചിട്ട് ഇങ്ങനെ നല്ല വ്യൂ ഒക്കെ ഉള്ള വീഡിയോസൊക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. അപ്പോൾ ഞാൻ എണീക്കുമ്പോൾ തന്നെ 8 മണിയായിരുന്നു. അപ്പോൾ ഉള്ള വീഡിയോ എടുത്ത് ഞാൻ ഒപ്പിച്ച്. അങ്ങനെ ഇതാട്ടോ എൻ്റെ ഔട്ട്ഫിറ്റ്. ഞാൻ രാത്രി കിടക്കുമ്പോൾ ഇതിട്ടിട്ടാണ് കിടന്നത്. ഞാൻ രാത്രി ഇടാനായിട്ടൊന്നും കൊണ്ടുവന്നില്ല, ഇത് മാത്രമേ കൊണ്ടുവന്നുള്ളൂ. അപ്പോൾ ഇതിട്ടിട്ട് ഞാൻ കിടന്ന്. നല്ല രസമല്ല കാണാൻ. അങ്ങനെ എൻ്റെ പ്രഷപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ എന്താക്കി, എനിക്ക് വിശന്നപ്പോൾ ഞാൻ ഉറങ്ങുക. അപ്പോൾ ഞാൻ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ മറ്റേ എന്താ പറയുക പിസ്ത അതൊക്കെ എടുത്തിട്ട് ഞാൻ ഗ്ലാസ്സിലാക്കി ബാൽക്കണിയിൽ പോയി ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അവിടെ പോയി നോക്കുമ്പോൾ അവിടെ ചെയറില്ല. പിന്നെ അവിടെ നിന്ന് തിരിച്ച് റൂമിലേക്ക് തന്നെ പോയി. അപ്പോഴത്തേനും ഓൻ എണീച്ചാണ് കേട്ടോ. ഓൻ എണീച്ച് ഫുഡ് ഓർഡർ ചെയ്യുന്ന ടൈമിൽ എനിക്ക് വിശന്നപ്പോൾ ഞാൻ ഇതൊക്കെ ഇരുന്ന് കഴിച്ച്. അങ്ങനെ ഞാൻ കഴിച്ചിങ്ങനെ ഇരിക്കുന്ന ടൈമിലാണ് ഫുഡ് വന്ന്. ഞങ്ങൾ ഇഡ്ഡലിയും പൂരിയും മറ്റേ സാമ്പാറും ചട്ടിനിയും അതൊക്കെ ഉണ്ടായിട്ട് ഒക്കെ ഇരുന്ന് കഴിച്ച്. ഓൻ പറഞ്ഞ് അത് കഴിക്കൂല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ബെറ്റൊക്കെ വെച്ച്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും ഇരുന്ന് കഴിച്ച്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഓനെ എണീച്ച് പോയി. ഞാൻ അത് തീർക്കണമല്ലോ ഉള്ളതിലായിരുന്നു കഴിച്ച്. അങ്ങനെ അവിടെ 11 മണിയാകുമ്പോഴാണ് ചെക്കൗട്ട്. അപ്പോൾ ഞങ്ങൾ എന്താക്കി അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഫ്രഷപ്പായി അവിടെ നിന്ന് ഇറങ്ങിയിട്ട്. നല്ല രസമുണ്ട് കേട്ടോ പോണ വഴിയോ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ വിചാരിച്ച് ഷൂട്ടിംഗ് പോയിൻ്റ് പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നേരെ ഷൂട്ടിംഗ് പോയിൻ്റിലേക്ക് തന്നെ പോയി. ഞങ്ങൾ ഒക്കെ പോണ വഴിക്കൽ കയറാമെന്നാണ് ഞങ്ങൾ വിചാരിച്ച് അങ്ങനെ പോകുന്നതാണ്.
അങ്ങനെ ഞങ്ങൾ ഷൂട്ടിംഗ് പോയിന്റ് പോയി. ഓനെ അവിടെ എത്തി. അവിടുന്ന് ടിക്കറ്റ് എടുക്കുക കേട്ടോ. ഞാൻ അങ്ങനെ വിചാരിച്ചു ഒരാൾക്ക് 40 റുപ്യ അങ്ങനെ എന്തോ ആണ് ടിക്കറ്റ്. അപ്പോൾ അങ്ങനെ വിചാരിച്ചു ഈ കുന്നിൻ്റെ മുകളിൽ കയറാനാണ് ഇവർ 40 റുപ്യ 50 റുപ്യ കൊടുത്ത് ഇങ്ങനെ ടിക്കറ്റ് എടുത്ത് കയറുന്നത്. പിന്നെയാണ് എനിക്ക് മനസ്സിലായി അതിൻ്റെ മുകളിൽ ഏറ്റവും ടോപ്പ് പോയി കഴിഞ്ഞാൽ നല്ല വ്യൂവും ഒക്കെ ഉണ്ടാവുന്നു. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് അങ്ങോട്ട് ഇങ്ങനെ കയറി. അങ്ങനെ ടിക്കറ്റ് ഞങ്ങൾ എടുത്തിട്ടോ കുറച്ച് അവിടെ അവിടെ വേറൊരാളുണ്ടായിരുന്നു. അയാൾ ആ ടിക്കറ്റ് മേടിച്ച് കയറിയിട്ടാണ്. അപ്പോൾ അങ്ങനെ വിചാരിച്ച് ഈനാണോ ഇപ്പോൾ ടിക്കറ്റൊക്കെ എടുക്കാൻ പറഞ്ഞത്. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ കുറച്ച് അങ്ങോട്ട് കയറി. നല്ല പൂക്കളൊക്കെ ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഞാൻ വിചാരിച്ച അത്ര ഒന്നുമില്ല. പിന്നെ ഞങ്ങൾ മുകളിലേക്ക് കയറിപ്പോയി. ഞങ്ങൾ ഫുള്ളൊന്നും കയറിയില്ല കേട്ടോ. പകുതി കയറിയപ്പോൾ തന്നെ ഞങ്ങൾ കൊഴിഞ്ഞിപ്പോയി. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അവിടുന്ന് മുകളിൽ നിന്ന് അങ്ങോട്ടേക്ക് നോക്കിയിട്ട് സത്യം പറഞ്ഞാൽ ഈ വീഡിയോയിൽ കാണും പോലെ ഒന്നുമല്ല, നേരിട്ട് കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് അവിടുന്ന് ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല. കാരണം എന്താ വെച്ചാൽ അവിടെ നല്ല കാറ്റായി. ഞാൻ ട്രൈപോഡൊക്കെ കൊണ്ടുപോയിരുന്നു. പക്ഷേ ട്രൈപോഡൊന്നും അവിടെ വെക്കാൻ കഴിയില്ല കാറ്റായിട്ട്. അപ്പോൾ ഞങ്ങൾ പകുതി കയറി കുറച്ച് വീഡിയോസ് ഞങ്ങൾ രണ്ടാമതും കുറച്ച് വീഡിയോസും ഓൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ അവിടുന്ന് പോകുന്നു. താഴോട്ടേക്ക് തന്നെ പോകുന്നു. ഷൂട്ടിംഗ് പോയിൻറ്റിൻ്റെ താഴെ തന്നെ കുറേ തട്ടുകളുണ്ട്. അവിടുന്ന് എന്തെങ്കിലും ചായ എന്തെങ്കിലും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ രണ്ടാളും ഓംപ്ലേറ്റും ചായയൊക്കെ മേടിച്ച് ഞങ്ങൾ അവിടുന്ന് കഴിച്ച് അവിടെ കുറച്ച് നേരം ഇരുന്ന് പിന്നെ ഞങ്ങൾ തിരിച്ചു പോന്ന്. പിന്നെ ഞങ്ങൾ വരുന്ന ബൈക്കിൽ ഒരു സ്ഥലത്ത് ഇറങ്ങി ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിരുന്നല്ലോ, അവിടേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അവിടെ പോയി. അവിടെ ഇറങ്ങി അവിടുന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച്. അവിടെ അപ്പോൾ തിരക്കൊന്നുമില്ല, വെക്കേഷൻ കഴിഞ്ഞുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങൾ പോന്നിട്ടോ. നാട്ടിലുള്ള ഫുഡിന്റെ ടേസ്റ്റ് ഒന്നും ഇവിടെ കിട്ടൂല. നമ്മളെ നാട്ടിലത്തെ ഫുഡ് അതൊന്നൊന്നര ഫുഡ് തന്നെ. നമ്മളെ നാട്ടിലത്തെ എല്ലാം കേട്ടോ, പെൺകുട്ടികളായിക്കോട്ടെ ബന്ധായിക്കോട്ടെ എല്ലാം അടിപൊളി. ഇവിടെ എന്തേ എല്ലാം പോയി, ഒരു മൂടേ ഇല്ല ഇവിടെ. ആരും പെണ്ണിട്ടാണ്ട് അത്ര വിളിക്കുള്ളേ കൂടുതലൊന്നും എനിക്ക് പറയാല്ലപ്പാ. ഓക്കെ, റിഫാന എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര സാധനമാണ് മോനെ. റിഫാന ഗഫൂറാണ്. രസമില്ലേ ബ്ലൂ ഇതായിട്ട് ചമ്മന്തി നല്ല രസമുണ്ട് കേട്ടോ. ഫുഡ് നല്ലത്, ഫുഡ് നല്ലത്. അങ്ങനെ ഞങ്ങൾ വരുന്ന വഴിക്കൽ ഒരു തലശ്ശേരി റെസ്റ്റോറൻറ്റ് കയറി അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ നേരെ പോന്നു കേട്ടോ. അങ്ങനെ വരുന്ന വഴിക്കൽ ഞങ്ങൾ കുറച്ച് ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ രണ്ടാളും അവിടെ ഇറങ്ങി രണ്ടാളും ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ അവിടുന്ന് പോകുന്നു. അങ്ങനെ ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ നാട്ടിലെത്തി. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് അത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.